കുറച്ച് ക്രൂരമാണ്. എന്നാലും അതല്ലാതെ ഇപ്പം എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. മനസ്സിലായില്ല. എൻ്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷമുള്ള സ്ഥിതിക്ക് എപ്പോഴായാലും അത് സംഭവിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ആ ബലിക്ക് ഇരയാവണമെന്നർത്ഥം. എനിക്കറിയാത്തൊരു പെണ്ണിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ ഒരുക്കമല്ല. ഒന്നുകിൽ ഞാൻ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ നിൽക്കണം. അങ്ങനെ നിന്നാ സിനിമാ നടനാവാനുള്ള എൻ്റെ മോഹം നടക്കാതെ വരും. അല്ലെങ്കിൽ കെട്ടണം. ഞാൻ ആലോചിച്ചിട്ട് നാരായൺജി പറഞ്ഞ ഈ പ്രപ്പോസൽ സ്വീകരിക്കാമെന്ന് തോന്നുന്നത്. സ്വാതിയെ കെട്ടാനോ? അതെ. എടാ, നിനക്ക് ഇത്ര കണ്ണിച്ചോര ഇല്ലാതായി പോയല്ലോ. അവളെ കൊലയ്ക്ക് കൊടുക്കാനാ നിന്റെ പരിപാടി? അതും അറിഞ്ഞുകൊണ്ട്. എൻ്റെ മുമ്പിൽ വേറെ വഴികളില്ല. മാത്രമല്ല, അവളാണല്ലോ ഒരർത്ഥത്തിൽ എൻ്റെ ജീവിതം തകർത്തത്. അവൾ വന്ന് കയറിയപ്പോൾ തൊട്ടാ ഞാൻ തകരാൻ തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം അവൾ എൻ്റെ ശത്രുവാ. അതുകൊണ്ട് അത് തന്നെ, എൻ്റെ ഭാര്യയായിട്ട് അവൾ വരണം. ഇത് ശുദ്ധ ഭ്രാന്ത. തനി വട്ട്. വേദയെ പോലൊരു പെൺകുട്ടി ഇരിക്കുമ്പോ സ്വാതിയെ പോലൊരു സത്വം. ഞാനിതിന് കൂട്ടി നിൽക്കില്ല. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. വേണ്ട, ആരുടെയും സഹായം വേണ്ട. ഞാൻ കെട്ടിക്കോളാം തനിച്ച്. പറ്റില്ല. അല്ലെങ്കിൽ നീയൊക്കെ കൂടി പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്യണമെന്ന്. കെട്ടാൻ നിൽക്കട്ടെ, അതാണോ നീയൊക്കെ ആഗ്രഹിക്കുന്നത്? എനിക്ക് വലുത് വേദയാ. അവളെ ജീവിതകാലം മുഴുവൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തേ പറ്റൂ. ഒന്നും എൻ്റെ തെറ്റല്ല, ആരുടെ തെറ്റുമല്ല. നിവൃത്തിയില്ല, വേറെ വഴിയില്ല. അത് മാത്രമല്ല ഗിരി, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കെട്ടിയില്ലെങ്കിൽ സ്വാതിയെ വേറെ ആരെങ്കിലും കെട്ടുമെന്ന്? അവളുടെ ആ തടി കാരണം ഒരുത്തനും വരില്ല. ചിലപ്പോ അവളുടെ നിയോഗം ഇതായിരിക്കും, എൻ്റെ ഭാര്യയായി വന്ന് എൻ്റെ ദോഷം തീർക്കുക. എനിക്ക് യോജിക്കാൻ പറ്റില്ലടാ. സ്വാതി പാവാ. പാവായാലും പാവയായാലും നമുക്കിത് വേണ്ട. ആ ജോത്സ്യന്റെ നമ്പറിങ് തന്നെ ഞാൻ പറയാം അയാളോട്. ഒരു നാരായൺജി ദൈവത്തെക്കാളും വലുതൊന്നുമല്ലല്ലോ ഈ നാരായൺജി. എനിക്കിപ്പോ നാരായൺജിയെ വിശ്വാസം. നാരായൺജി പറയുന്നതൊന്നും തെറ്റാറില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. എടാ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഇനി ആലോചിക്കാനൊന്നുമില്ല. രക്ഷപ്പെടാൻ ദൈവമായിട്ടാ ഇങ്ങനെ ഒരു വഴി തുറന്നു തന്നത്. ഞാനത് കാണാതിരിക്കുന്നതേ മണ്ടത്തരമായി പോവും. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഡ്ഢിത്തരം ഞാൻ ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. എടാ നീല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. എടാ